ഇനി നിലമ്പൂരിൽ സ്വർണം വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. വരുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മൂന്നാമത് ഷോറൂം നിലമ്പൂർ വടപുറത്ത്. ഉദ്ഘാടനം മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. വിശിഷ്ടാതിഥിയായി പ്രശസ്ത പിന്നണി ഗായകൻ ഹനാൻ ഷായും എത്തുന്നു. ഏവർക്കും സ്വാഗതം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിയമക്കുരുക്കിലേക്ക്. സമവായം കണ്ടെത്താൻ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി നഗരസഭാ കൌൺസിൽ യോഗം. 8 വർഷം മുൻപ് പൊളിച്ച ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇനിയും വൈകും. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടത് വലത് ഭരണസമിതികൾ 2 DPR തയ്യാറാക്കിയതാണ് പ്രശ്നം നിയമക്കുരുക്കിലേക്ക് നീങ്ങാൻ കാരണം. DPR തയ്യാറാക്കിയ ഏജൻസികൾക്ക് പണം നൽകുകയും ചെയ്തു. ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് ഒരു DPR മാത്രമേ അംഗീകരിക്കാനും പണം നൽകാനും കഴിയൂ. എന്നാൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 DPR തയ്യാറാക്കി. ഇവർക്ക് കരാർ പ്രകാരമുള്ള പണവും നൽകി. ഇതിലെ നിയമ തടസ്സം നീക്കാതെ നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിയോട് ഇതിലെ തടസ്സങ്ങൾ നീക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൌൺസിൽ ആരാഞ്ഞു. ഇതോടെ നിയമപരമായി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസവും സാങ്കേതിക വിഷയങ്ങളും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. DPR തയ്യാറാക്കിയ 2 പേരെയും വിളിച്ചു വരുത്തി ഒരു സമവായ ശ്രമം നടത്തുന്നതാകും വേഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നും സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇരുവരുമായും സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളാകണം സമവായത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും സെക്രട്ടറി പറഞ്ഞു. MLA ഉൾപ്പെടെ നടത്തിയ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ വിജയം കണ്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. അതിനാൽ സെക്രട്ടറിയെ കൌൺസിൽ ഇക്കാര്യത്തിൽ സമവായത്തിന് ചുമതലപ്പെടുത്തി. വൈസ് ചെയർമാൻ ഷൌക്കത്ത് കൂമഞ്ചേരി, വാർഡ് കൌൺസിലർ മുസ്തഫ കളത്തുംപടിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പിന്തുണച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് 2018 പൊളിക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൂർത്തിയാക്കുമെന്നായിരുന്നു അന്നത്തെ UDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കച്ചവടക്കാർക്കുൾപ്പെടെ നൽകിയിരുന്ന ഉറപ്പ്. ഇത് യാഥാർത്ഥ്യമായില്ല. 2020 ഭരണത്തിൽ വന്ന LDF ഭരണസമിതിയുടെ ഉറപ്പ് 6 മാസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു. 2025 തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തട്ടിക്കൂട്ടി നിർമ്മാണം ഉദ്ഘാടനം നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന UDF ഭരണസമിതി ഇത് വേണ്ടെന്ന് വെച്ചു. ലാഭകരമായി ഉടൻ നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നീളുമെന്ന് തന്നെയാണ് സൂചന. LDF അംഗങ്ങളിൽ ഭൂരിഭാഗവും സെക്രട്ടറിയെ സമവായത്തിന് ചുമതലപ്പെടുത്തും മുമ്പ് കൌൺസിൽ യോഗത്തിൽ നിന്നും പോയിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.